എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. ഹനുമാന്റെ ശ്രീരാമദർശനവും ദാസഭക്തിയും. ഗുരുഭക്തനായ സൂര്യദേവൻ്റെ ആവശ്യം നിറവേറ്റുന്നതിനായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഹനുമാൻ ഋഷ്യമുഖ പർവ്വതത്തിൽ സുഗ്രീവനുമായി കണ്ടുമുട്ടി. സുഗ്രീവൻ്റെ മന്ത്രിയായി. സുഗ്രീവനെ വിട്ടുപിരിയാതെ എപ്പോഴും ഹനുമാൻ കൂടെയുണ്ടാകും. ഒരു ദിവസം സുഗ്രീവൻ തൻ്റെ മന്ത്രിമാരോടൊത്ത് മലമുകളിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ആയുധപാണികളായ 2 പേർ നടന്നു വരുന്നത് കണ്ടു. സുഗ്രീവന് ജ്യേഷ്ഠൻ ബാലിയെ വളരെയധികം പേടിയാണ്. ബാലിയെ പേടിച്ചാണ് ഋഷ്യമുഖാചലത്തിൽ പാർക്കുന്നതും. ഋഷ്യമുഖാചലം ബാലി കയറാമലയാണ്. ബാലി അവിടെ കയറിയാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കുമെന്നൊരു ശാപം ബാലിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ബാലിയെ പേടിച്ച് സ്വയം രക്ഷയ്ക്കായി ഈ പർവ്വതത്തിൽ സുഗ്രീവൻ ചേക്കേറിയത്. എന്നാലും ബാലിയുടെ ആൾക്കാർ വന്ന് തങ്ങളെ ഉപദ്രവിക്കുമെന്ന ഭയം എപ്പോഴും സുഗ്രീവനുണ്ട്. അതുകൊണ്ട് ഹനുമാനോട് വേഷം മാറി താഴെ ഇറങ്ങിച്ചെന്ന് അവരാരാണെന്നും മറ്റും അറിഞ്ഞു വരുവാൻ പറഞ്ഞു. ഹനുമാൻ ഏതു രൂപവും ധരിക്കാൻ അറിയാവുന്ന ഒരാളാണ്. അതിനുള്ള കഴിവുള്ള ആളാണ്. അതുപോലെ വളരെ ചെറുതാകാനും ആകാശത്തോളം വലുതാകാനും നിഷ്പ്രയാസം അദ്ദേഹത്തിന് കഴിയും. ഹനുമാൻ തൻ്റെ വാനര രൂപം ഉപേക്ഷിച്ച് ഒരു വടുവിൻ്റെ വേഷം ധരിച്ച് മലയിറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവരാരാണെന്നും എവിടെ നിന്ന് വരുന്നതും എന്നും തുടങ്ങിയ ചോദ്യങ്ങൾ ശുദ്ധമായ ഭാഷയിൽ ചോദിക്കുവാൻ തുടങ്ങി. വ്യാകരണത്തിൽ ഹനുമാനെ ജയിക്കാൻ ആരുമില്ലെന്നാണൊരു ചൊല്ല്. ചോദ്യങ്ങൾക്കൊന്നും അവിടെ വന്നവർ ഒരു മറുപടിയും പറഞ്ഞില്ല. ഒരുപക്ഷെ താൻ ആരാണെന്ന് പറയാത്തതിനാലാകാം അവർ നിശബ്ദരായിരിക്കുന്നതെന്ന് ഹനുമാൻ ഊഹിച്ചു. താൻ സുഗ്രീവനാൽ അയക്കപ്പെട്ട ഹനുമാൻ എന്ന വാനരനും സുഗ്രീവൻ്റെ സജീവനുമാണെന്ന് പറഞ്ഞു. തനിക്ക് ഏത് വേഷവും ധരിക്കാൻ കഴിയും, എവിടെയും സഞ്ചരിക്കുവാനും കഴിയും എന്നെല്ലാം അദ്ദേഹം വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. ഹനുമാൻ്റെ സംസാരവും പെരുമാറ്റവും ശ്രീരാമനെ സന്തുഷ്ടനാക്കി. ഹനുമാൻ്റെ സ്വരശുദ്ധിയും വ്യാകരണ പ്രയോഗങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം വിളിച്ചറിയിക്കുന്നതായിരുന്നു. ഹനുമാൻ്റെ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും വിളിച്ചോതുന്ന പെരുമാറ്റത്തിൽ അവർ ആകൃഷ്ടരായി. ദശരഥപുത്രന്മാരായ രാമലക്ഷ്മണന്മാരാണ് തങ്ങളെന്ന് ഹനുമാന് മറുപടി നൽകി. ശ്രീരാമപാദങ്ങൾ വണങ്ങി 2 പേരെയും തോളിലേറ്റി സുഗ്രീവൻ്റെ അടുക്കലേക്ക് ഹനുമാൻ മല കയറി. പ്രഥമ ദർശനത്തിൽ തന്നെ രാമനും ഹനുമാനും പരസ്പരം മനസ്സിലാക്കിയിരുന്നു. അത് വെളിപ്പെടുത്തുന്നത് സുഗ്രീവൻ്റെ ആശങ്ക തീർക്കുവാൻ ഹനുമാൻ പറയുന്ന വാക്കുകളാണ്. ബാലിവധം നടത്തിയാൽ സീതാന്വേഷണത്തിന് സഹായിക്കുമെന്നായിരുന്നു സുഗ്രീവനും ശ്രീരാമനും തമ്മിലുള്ള സഖ്യം. ബാലിയെ ശരിക്കും അറിയുന്ന സുഗ്രീവന് ബാലിവധം നടത്തുവാൻ ശ്രീരാമന് കഴിയുമോ എന്നൊരു ശങ്കയുണ്ടായിരുന്നു. ഹനുമാൻ പറയുന്നത് കേൾക്കൂ. കേവലം ഒരു മനുഷ്യനാണ് രാമനെങ്കിൽ താങ്കളുടെ ശങ്ക അസ്ഥാനത്തല്ല. എന്നാൽ പരമാർത്ഥം അതല്ല. സകല ചരാചര ഗുരുവായ ഭഗവാൻ ശ്രീനാരായണൻ തന്നെയാണ് ഇദ്ദേഹം. ധർമ്മ സംസ്ഥാപനത്തിനായി അവതരിച്ചിരിക്കുകയാണെന്ന് ഹനുമാൻ പറഞ്ഞു. ഇതെങ്ങനെ ഹനുമാൻ അറിയാം എന്നായിരിക്കും ചിന്തിക്കുന്നത്. ശ്രീനാരായണൻ ത്രേതായുഗത്തിൽ രാക്ഷസവധത്തിനായി ഭൂമിയിൽ അവതരിക്കുമെന്നും അപ്പോൾ ആ തിരുവടികളെ പൂജിച്ച് സേവിച്ച് സാഫല്യം വരുത്തിക്കൊള്ളണമെന്നും പിതാവായ വായു ഭഗവാൻ എനിക്ക് ബാല്യകാലത്ത് ഉപദേശം തന്നിട്ടുണ്ട്. അതിന് എനിക്കിപ്പോൾ സംഗതിയായിരിക്കുന്നു. സാക്ഷാൽ ജഗദീശ്വരിയായ സീതാലക്ഷ്മിയും രാക്ഷസ വംശനാശകാരിണിയായി അവതരിച്ചിരിക്കുകയാണ്. ബാല്യം മുതലേയുള്ള ശ്രീരാമൻ്റെ സ്മരണ പ്രഥമ ദർശനത്തിൽ തന്നെ സ്വാമിയെ തിരിച്ചറിയാനും സ്വാമിയുടെ ദാസനാകാനും ദാസഭക്തിയുടെ മൂർത്തിയായി തീരുവാനും ഹനുമാനെ സഹായിച്ചു. ശക്തിയിലും ഭക്തിയിലും ഹനുമാനെ വെല്ലാൻ ആരുമില്ല. സീതയെ കണ്ടുപിടിച്ച് ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും സുഗ്രീവൻ വിഭീഷണൻ എന്ന മറ്റു വാനര സേനയോടും കൂടി
അയോധ്യയിലെത്തി. ശ്രീരാമ പട്ടാഭിഷേകം കഴിയും വരെ ഹനുമാൻ ശ്രീരാമനോടൊപ്പം ഉണ്ടായിരുന്നു. അഭിഷേകാനന്തരം വിഭീഷണൻ, സുഗ്രീവനും സൈന്യങ്ങളും കുറേ നാൾ കൂടി അയോധ്യയിൽ കഴിഞ്ഞു. ആർക്കും ശ്രീരാമാദികളോട് യാത്ര പറയാനുള്ള മനസാന്നിധ്യമില്ലായിരുന്നു. ഒരു ദിവസം ശ്രീരാമൻ അവരെ വിളിച്ചു അവരുടെ രാജ്യം അരാജകമാകാതെ പ്രജാസംരക്ഷണം ചെയ്യുവാനായി തിരിച്ചു പോകാൻ ഉപദേശിച്ചു. എല്ലാവർക്കും വേണ്ടുവോളം സമ്മാനങ്ങളും നൽകി. ഒടുവിൽ ആഞ്ജനേയനോട് പറഞ്ഞു, എനിക്ക് നിനക്ക് സമ്മാനം തരുവാനായി യാതൊന്നും കാണുന്നില്ല. എന്തു തന്നാലും നീ ചെയ്തതിന് തുല്യമാവില്ല. ഇത് കേട്ട് ഹനുമാൻ ശ്രീരാമൻ്റെ തൃപാദങ്ങളിൽ വീണു വണങ്ങി പറഞ്ഞു, സ്വാമിൻ, നിൻ തിരുപാദത്തിൽ സ്ഥിരമായി ഭക്തി അടിയന് നിലനിൽക്കുന്നതിന് അനുഗ്രഹിക്കണം. അല്ലാതെ മറ്റൊന്നും അടിയൻ ആഗ്രഹിക്കുന്നില്ല. തൃപ്പാദങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ട് നിത്യവും ഇവിടെ തന്നെ താമസിക്കാൻ അനുവദിക്കുകയും വേണം. ശ്രീരാമൻ പറഞ്ഞതോ, ഇപ്പോഴേ എന്നിൽ അടിയുറച്ച ഭക്തി നിനക്കുണ്ട്. ഇനി അതിന് മാറ്റം വരുന്നതുമല്ല. എന്നാൽ എന്നോടുകൂടി താമസിക്കുന്ന വിഷയത്തിൽ മഹത്തായ ഒരു വിഘാതമുണ്ട്. സുഗ്രീവൻ്റെ രാജ്യഭാരം ഉത്തമ മന്ത്രിയായ നിൻ്റെ ഉപദേശപ്രകാരം തന്നെ നിർവഹിക്കപ്പെടണം. അതിനാൽ അവനോടൊരുമിച്ച് കിഷ്കിന്ധയിൽ നീ താമസിക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഹനുമാനെ സമാധാനിപ്പിച്ചു. സമ്മാനമായി തൻ്റെ മാറിൽ അണിഞ്ഞിരിക്കുന്ന ഹാരം ഹനുമാൻ്റെ കണ്ടത്തിൽ ശ്രീരാമൻ അണിയിച്ചു. ഇത് കണ്ട സീതയും തൻ്റെ പ്രധാന ആഭരണമായ വജ്രമാല ഹനുമാന് നൽകി. ഹനുമാന് ചിരഞ്ജീവിത്വം വരമായി ലഭിച്ചിട്ടുള്ളതുകൊണ്ട് ഇന്നും ഹനുമാൻ രാമനാമജപത്തിലൂടെ ജീവിക്കുന്നു. ഹനുമാനെപ്പോലെ ഭക്തനായ ഒരു ദാസനെ വേറെ ഒരു സ്ഥലത്തും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് കഥ.